ഹലോ എവ്രി വൺ 2026 പി എസ് സി പ്രിപ്പറേഷൻ തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, ഇതൊക്കെ ക്ലിയർ അല്ലെങ്കിൽ പഠിക്കാനിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് പി എസ് സി പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഏത് എക്സാമിനാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യണം. എല്ലാ എക്സാമിനും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാതെ ഒരു എക്സാമിനെ എയിം ചെയ്ത് പഠിക്കുക. ടാർഗറ്റ് ക്ലിയർ ആയാൽ അതിൻ്റെ സിലബസ് എടുക്കുക. സിലബസ് നോക്കാതെ പഠിച്ചു തുടങ്ങരുത്. കാരണം സിലബസാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ റോഡ് മാപ്പ്. സിലബസ് പ്രിൻ്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കണം. അതിനുശേഷം SCERT ബുക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. സിലബസിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കി അതുമായി ബന്ധപ്പെട്ട SCERT പോർഷൻസ് പഠിച്ചു തുടങ്ങാം. പഠിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകാതെ മനസ്സിലാക്കി പഠിക്കുക. ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വേണം പഠിക്കാൻ. പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കണം. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട PYQ കൂടി നോക്കുക. അപ്പോൾ PSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യം നമ്മൾ കൃത്യമായി റിവൈസ് ചെയ്യുകൂടെ വേണം. PSC പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഒരുപാട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്. ഒരു നല്ല മെറ്റീരിയൽ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഡെയിലി കുറച്ച് സമയമെങ്കിലും മാറ്റിവെച്ച് കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. ചില ദിവസം കൂടുതൽ പഠിക്കാൻ പറ്റും, ചില ദിവസങ്ങളിൽ കുറച്ച് മാത്രമേ പറ്റൂ. പക്ഷേ പഠിക്കുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ പഠിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് പ്രിപ്പറേഷൻ തുടങ്ങാൻ പെർഫെക്റ്റ് ടൈം കാത്തിരിക്കേണ്ട, ഇന്ന് തന്നെ തുടങ്ങാം. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ